സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൺ ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന കൃഷ് ആണെങ്കിൽ റൂമിൽ കിടന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, പല കാര്യങ്ങളിലും അമ്മ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അതിൻ്റെ കാര്യം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിയോട് സാഗർ വന്ന് ഒരു കാര്യം പറയാനൊരുങ്ങുന്നു. എന്നാൽ സുജിക്കേട്ട് കാര്യം മനസ്സിലാകുന്നുമില്ല. പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ പറയാനൊരുങ്ങുന്ന സമയത്ത് സുജി പറയുന്നു, എന്തിനാ ഇങ്ങനെ മുഖവരയൊക്കെ, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞൂടെ. അതല്ല സുജി, നീ കൃഷിനെ അവോയ്ഡ് ചെയ്യരുത്. അവോയ്ഡ് ചെയ്യുന്നോ? ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നോ? ഇത്രയും ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ ഇപ്പോഴും അവനെ കാണുന്നതും പരിപാലിക്കുന്നതും. അതല്ലടോ, താൻ കൂടുതൽ ബലരാമനെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പം കൃഷിന് എന്തെങ്കിലും സങ്കടമാകുന്നുണ്ടോ എന്നെനിക്കൊരു ടെൻഷനുണ്ട്. പലതവണ കൃഷിൻ്റെ മുഖം വാടുന്നത് ഞാൻ കണ്ടതാ. ഇന്ന് വൺ ഡേ ട്രിപ്പിന് പോലും കൃഷിൻ്റെ മുഖം വാടിയിരിക്കുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബലരാമൻ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ എൻ്റെ മകനാ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ സാഗറിൻ്റെ ആദ്യത്തെ കുഞ്ഞ്. അപ്പോൾ അവനെ കുട്ടിക്കാലത്ത് എനിക്ക് സ്നേഹിക്കാനോ ലാളിക്കാനോ പറ്റാത്തതിന് പകരം തീർത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ലാതെ ആരെയും ഞാൻ തരംതിരിച്ചിട്ടില്ല സാഗർ എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ, എങ്കിലും കൃഷിനോടും അതേപോലുള്ളൊരു പരിഗണന കാണിച്ചു കഴിഞ്ഞാൽ കൃഷിൻ്റെ മനസ്സിനൊരു വിഷമമാകില്ല എന്നൊക്കെ പറയുന്നു. അതേസമയം കൃഷി ആണെങ്കിൽ വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നതായിട്ടും അതിനുശേഷം അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ഇനി സാഗർ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ സുജി കൃഷ്ണനോട് സ്നേഹം കാണിക്കുന്നതാണോ, ഇനി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ എന്നൊന്നും അറിയില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒരിത്തിരി പൊടിക്ക് സ്നേഹം കൂടുതൽ സ്വന്തം മകനോടും മകളോടുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം മനോജിനോട് ധനലക്ഷ്മി പറയുന്നു, മനോജേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മനോജ് ജയിലിൽ കിടക്കുന്നതിനേക്കാളും വലുത് മുക്കുപണ്ടം കൊടുത്തത് നഷ്ടമായല്ലോ എന്നുള്ളൊരു വെപ്രാളമാണ്. എങ്ങനെയെങ്കിലും ആ സ്വർണം തിരികെ കിട്ടണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ മനോജ് ചോദിക്കുന്നു, നീ അത് കൺമണിക്ക് ഇഷ്ടത്തോടെ കൊടുത്തതല്ലേ, കൊടുത്ത സാധനം തിരികെ ചോദിക്കുന്നത് മര്യാദയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നു, അത് കൺമണിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്, ഇത് ഗുണ്ടകളല്ലേ തട്ടിക്കൊണ്ടുപോയത്, അതിനുള്ള സമാധാനം ആരെങ്കിലും പറഞ്ഞേ പറ്റൂ, ഒന്നീ മനോജേട്ടൻ അല്ലെങ്കിൽ കൺമണിയോ അച്ഛനോ ആരെങ്കിലും എൻ്റെ സ്വർണം മടക്കി തരണം എന്നൊക്കെ വാശി പിടിക്കുന്നു. അതേസമയം മനോജിൻ്റെ സങ്കടം മനസ്സിലാക്കിയ കൺമണിയാണെങ്കിൽ അദ്ദേഹത്തെ വന്ന് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കെടാൻ കാരണക്കാരി ഞാനാണല്ലോ, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ ഏട്ടൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചേ എന്നൊക്കെ പറയുമ്പോൾ, മോളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ കല്യാണ ഡേറ്റ് അടുത്ത് വരുന്നു, എൻ്റെ ജോലി നഷ്ടമായി, ആ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയ മണ്ടത്തരം കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഈ വിവാഹം തന്നെ മുടങ്ങാനും കാരണമായത്. അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്താൻ പറ്റാത്തതിന് കാരണക്കാരൻ ഞാനല്ലേ. അതേസമയം കൺമണിയാണെങ്കിൽ മനോജിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, കൃഷിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് അലിഗയിലേക്ക് വീണ്ടും കൃഷ് ജോയിൻ ചെയ്യാൻ സാഗർ ആണെങ്കിൽ കൃഷിനോട് പറയുന്ന സമയത്ത് കൃപമോൾ ചോദിക്കുന്നുണ്ട്, അല്ലേലും വീട്ടിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിലും ഏട്ടൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ചും അമ്മയല്ലേ അനൗൺസ് ചെയ്യാറ്, ഇന്നെന്തു പറ്റി പതിവ് തെറ്റിച്ച് അച്ഛൻ വന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാഗർ ആണെങ്കിൽ സുജിയെ നോക്കുന്നു, സുജിയാണെങ്കിൽ ഞെട്ടി സാഗറിനെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.